മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യം അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. 7 ദിവസത്തെ ദുഃഖാചരണത്തിലാണ് രാജ്യം. മനു ഭരത്ത് ചേരുന്നു. മനു, പ്രത്യേക മന്ത്രിസഭാ യോഗം രാവിലെ തന്നെ ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും മുൻ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് രാജ്യം സ്വാഭാവികമായും മന്ത്രിസഭാ യോഗം ചേർന്ന് തീരുമാനമെടുക്കുക. അതൊരു പ്രോട്ടോക്കോളാണ്. അതിനൊപ്പം മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അർഹിക്കുന്ന ആദരവ് നൽകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, ആലോചനകൾ, ഡൽഹിയിലെ ചർച്ചകൾ, നീക്കങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഏതായാലും 7 ദിവസത്തെ ദുഃഖാചരണത്തിൽ തന്നെയാണ് രാജ്യം. മൻമോഹൻ സിംഗ് എത്ര മികച്ച ഭരണാധികാരിയായിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയായി വരികയാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നിരവധി മുൻ രാഷ്ട്രത്തലവന്മാർ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ്റെ മുൻ പ്രസിഡന്റ് ഹമീദ് കർസായി ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഒരു പുത്രനെയാണ് രാജ്യത്തിന് നഷ്ടമായത് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. മാൽദ്വീപ് മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് പ്രധാനമന്ത്രി ഒരു പിതൃതുല്യനായ മുഖമായിരുന്നു, തനിക്ക് ഒരു നല്ല സുഹൃത്തായിരുന്നു എന്ന് ഓർക്കുന്നു. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് മൻമോഹൻ സിംഗിൻ്റെ വിയോഗത്തിൽ ദുഃഖം അറിയിച്ചുകൊണ്ട് മുൻ രാഷ്ട്രത്തലവന്മാരും നേതാക്കളുമൊക്കെ പ്രതികരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹവുമായി അടുപ്പം പങ്കുവച്ചവർ ആ കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ്. ഏതായാലും മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തിൽ രാഷ്ട്രപതിയും നമ്മുടെ ഇന്ത്യൻ ദേശീയരംഗത്തുള്ള പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഒരേപോലെ ദുഃഖം പ്രകടിപ്പിക്കാൻ, പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു നേതാവായി മൻമോഹൻ സിംഗിനെ കണ്ടിരുന്നു എന്ന് ആളുകൾ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുകയാണ്. മൻമോഹൻ സിംഗിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ, സാമ്പത്തിക നയങ്ങളൊക്കെ വലിയ തോതിൽ വിമർശിക്കപ്പെട്ടെങ്കിലും പിന്നീട് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ചരിത്രം തന്നോട് കൂടുതൽ നീതി പുലർത്തും പത്രങ്ങളെക്കാളും പ്രതിപക്ഷത്തെക്കാളും എന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞു വെച്ച ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. പ്രസിഡന്റ് ദ്രൗപദി മുർമു വ്യക്തമാക്കിയത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രത്തോടുള്ള സേവനം, കറയറ്റ രാഷ്ട്രീയ ജീവിതം, അതുപോലെ തന്നെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മാനുഷിക മുഖം, അതെല്ലാം ഈ രാജ്യം എല്ലാ കാലത്തും ഓർക്കും എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു വ്യക്തമാക്കുന്നു. കോൺഗ്രസ് വലിയ ഒരു രാഷ്ട്രീയ സമ്മേളനം, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി വലിയ പ്രക്ഷോഭ പരിപാടികൾ ആലോചിക്കാനാണ് കഴിഞ്ഞ ദിവസം ബലഗാവിയിൽ കൂടിയത്. ഇന്ന് ജയ് ഭീം, ജയ് ബാപ്പു, ജയ് സംവിധാൻ എന്ന വലിയ റാലിയും കോൺഗ്രസ്സിന് സംഘടിപ്പിക്കാനുണ്ടായിരുന്നു. ഏതായാലും ആ പരിപാടികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം മൻമോഹൻ സിംഗിൻ്റെ വിയോഗത്തിൽ ദുഃഖമറിയിക്കാനായി അങ്ങോട്ട് നീങ്ങുകയാണ്. അങ്ങനെ രാജ്യത്തിൻ്റെ വലിയ പുരോഗതിയിൽ നിർണായക ഭാഗഭാക്കായ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ വിയോഗം ആണ് രാജ്യം ഇപ്പോൾ ദുഃഖത്തോടെ ആചരിക്കുന്നത്. സാമ്പത്തിക രംഗത്ത് അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നു. പാർലമെൻറ്റിൽ അദ്ദേഹം ഒരു മിതഭാഷിയായിരുന്നിട്ടും അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളും അദ്ദേഹം നൽകിയ കുറിക്കുകൊള്ളുന്ന മറുപടികളുമൊക്കെ രാജ്യം വീണ്ടും ഓർത്തെടുക്കുകയാണ്. അങ്ങനെ നിരവധി തലങ്ങളിലേക്ക് മൻമോഹൻ സിംഗിൻ്റെ സാന്നിധ്യം ഈ രാജ്യം എങ്ങനെ ഓർക്കുന്നു എന്നത് ഇപ്പോൾ വ്യക്തമായും വരികയാണ്. രാജ്യം അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ്. പ്രധാനപ്പെട്ട രാഷ്ട്ര നേതാക്കളെല്ലാം മൻമോഹൻ സിംഗിൻ്റെ നഷ്ടം അത് പ്രത്യേകം പരാമർശിക്കുന്നു. നിലവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഡൽഹിക്ക് യാത്ര തിരിക്കുകയാണ് മുൻ പ്രധാനമന്ത്രിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ. ഒപ്പം തന്നെ ഇന്ന് രാത്രി 1 മണിയോടുകൂടി മൻമോഹൻ സിംഗിൻ്റെ ഒരു പുത്രി വിദേശത്താണ്. അവർ അമേരിക്കയിൽ നിന്നും മടങ്ങി വരും. നാളെ രാവിലെ 10 മണി വരെയായിരിക്കും. 10 മണിയോടുകൂടി AICC ആസ്ഥാനത്ത് നിന്നും മൃതദേഹം എടുക്കുമെന്നതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി അടക്കമുള്ളവർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് കോൺഗ്രസ് ആസ്ഥാനത്ത് വെച്ചായിരിക്കും. അത്തരത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തും ദുഃഖാചരണം നടക്കുകയാണ്. രാജ്യം ദുഃഖാചരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 7 ദിവസത്തെ ദുഃഖാചരണമാണ്. ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടിയുള്ള ദുഃഖാചരണം
എല്ലായിടത്തും നടക്കുന്നുണ്ട്. ആ തരത്തിലുള്ള സർക്കാർ ഉത്തരവുകളും പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളെല്ലാം റദ്ദാക്കിക്കൊണ്ടാണ് അർഹിക്കുന്ന യാത്രയയപ്പ് രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിക്ക് നൽകാനുള്ള തീരുമാനമാണ് നടക്കുന്നത്. മനു, നമ്മൾ ഈ മൻമോഹൻ സിംഗിൻ്റെ വിലയിരുത്തൽ പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടി എത്ര കണ്ട് അദ്ദേഹത്തോട് നീതി പുലർത്തി എന്ന ഒരു ചോദ്യം പലരും ഉയർത്തുന്നു. പ്രത്യേകിച്ച് നേരത്തെ ഈ രാഹുൽ ഗാന്ധി, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ്, അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാർ തയ്യാറാക്കിയ ഒരു ഓർഡിനൻസ് പരസ്യമായി വലിച്ചു കീറിയിറങ്ങിക്കൊണ്ട് നടത്തിയ നീക്കങ്ങളുണ്ട്. ഇതൊക്കെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളും ദേശീയ തലത്തിൽ ചർച്ചകൾക്ക് വിടവെച്ചതാണ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പരസ്യമായൊന്നും പറഞ്ഞില്ലെങ്കിൽ കൂടിയും തൻ്റെ അടുപ്പമുള്ളവരോടൊക്കെ അതിൻ്റെ വേദന മൻമോഹൻ സിംഗ് പങ്കുവച്ചു എന്ന സൂചനയുണ്ട്. ടി.കെ. നായർ, അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ടി.കെ. നായർ പോലും ആ തരത്തിൽ വ്യക്തിപരമായ വേദന അദ്ദേഹത്തിനുണ്ടെങ്കിലും പക്ഷേ പാർട്ടിയോടുള്ള കൂറും സോണിയാഗാന്ധിയോടുള്ള കൂറും അടക്കം പ്രകടിപ്പിക്കുന്നതിന് അദ്ദേഹം ഇതൊന്നും പരസ്യമാക്കിയില്ല എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. ആ തരത്തിൽ നോക്കുമ്പോൾ കോൺഗ്രസ് എത്ര കണ്ട് മൻമോഹൻ സിംഗിനോട് നീതി പുലർത്തി എന്ന ചോദ്യം കൂടി വരുന്നു. മൻമോഹൻ സിംഗിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തെ ദി ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകം വഴി സഞ്ജയ് ബാരു മൻമോഹൻ സിംഗ് പറഞ്ഞതായി പറയുന്നൊരു വാക്കുണ്ട്. കോൺഗ്രസിൽ അല്ലെങ്കിൽ രണ്ട് അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നത് വലിയ അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങൾ നീക്കും. അതുകൊണ്ട് പാർട്ടിക്ക് കീഴ്പ്പെട്ട ഒരു സർക്കാർ ഉണ്ടാക്കുകയാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് സഞ്ജയ് ബാരു മൻമോഹൻ സിംഗ് പറഞ്ഞതായി അവിടെ കുറിച്ചിടുന്നു. സ്വാഭാവികമായും അദ്ദേഹം പൂർണ്ണമായി പാർട്ടിക്ക് വിധേയനായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ദീർഘദൃഷ്ടി, അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചയൊക്കെ മനസ്സിലാക്കാൻ രാജ്യം വൈകിപ്പോയി. പ്രത്യേകിച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം അത് പലപ്പോഴും വേണ്ടത്ര ഗൗരവത്തോടെ കണ്ടില്ല എന്നുള്ളത്. മാറുന്ന ഒരു സാമ്പത്തിക സാഹചര്യത്തെ മൻമോഹൻ സിംഗ് നേരത്തെ കൂട്ടി കണ്ടിരുന്നു. ഒരുപക്ഷെ ഇന്ത്യ എത്രയോ കാലങ്ങളായി അവലംബിച്ചു പോകുന്ന ഒരു പൊതുബോധത്തിൽ നിന്ന് ഇതല്ല ഇനിയൊരു നൂറ്റാണ്ടിലേക്കുള്ള സാമ്പത്തിക രീതി എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് പലപ്പോഴും ആളുകൾ അത് അപ്രായോഗികമാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചു. പക്ഷേ മൻമോഹൻ സിംഗിൻ്റെ കാഴ്ചപ്പാടുകളിൽ അദ്ദേഹം സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ളൊരു സാമ്പത്തിക നീതിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് വേണ്ടത്ര അംഗീകരിക്കപ്പെട്ടില്ല. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മുന്നണിയിൽ നിന്ന് തന്നെ ആ ഘട്ടത്തിൽ അതിനെതിരെ വിമർശനം ഉയർന്നു. പ്രത്യേകിച്ച് ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും നവ ലിബറൽ നയങ്ങളും പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമെല്ലാം അത് രാജ്യത്തെ അപകടത്തിലാക്കുമെന്നും ദരിദ്രനാരായണന്മാരുള്ള ഇന്ത്യയിൽ സാധാരണക്കാർ പാർശ്വവൽക്കരിക്കപ്പെടുമെന്നുമൊക്കെയുള്ള ആശങ്കകൾ ഒരു വശത്ത് വന്നു. സ്വകാര്യവൽക്കരണത്തിൻ്റെ സാധ്യതകൾ അന്ന് മൻമോഹൻ സിംഗ് എടുത്തു പറഞ്ഞപ്പോൾ അതും വിമർശിക്കപ്പെട്ടു. അപ്പോൾ ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരുപക്ഷെ ലാഭകരമല്ലാത്തവ ഇന്ത്യൻ നികുതിദായകൻ്റെ ചുമലിൽ ഒരു വലിയ ഭാരമായി അടിഞ്ഞു കയറുന്നതും അത് പിന്നീട് വലിയ സാമ്പത്തിക ബാധ്യതകൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നതിനെ മൻമോഹൻ സിംഗ് മുൻകൂട്ടി കണ്ടു. അങ്ങനെ നഷ്ടത്തിൽ ഓടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആ കാലഘട്ടത്തിൽ സജീവമായിരുന്നു. അതോടൊപ്പം തന്നെ മൻമോഹൻ സിംഗിൻ്റെത് ഒരു പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. നമുക്കറിയാം, സാമ്പത്തിക മാന്ദ്യം ലോകത്തെ പിടിച്ചു കുലുക്കിയപ്പോൾ മൻമോഹൻ സിംഗിന് സധൈര്യം ഈ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അന്ന് ക്രൂഡ് ഓയിലിൻ്റെ വില കുത്തനെ കുതിച്ചു കയറുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ മൻമോഹൻ സിംഗ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിച്ചുകൊണ്ട് അത് അദ്ദേഹത്തിന് സാമ്പത്തിക രംഗത്തെ നയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ പെട്രോളിൽ നിന്നോ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നോ ഒക്കെ അമിതമായ നികുതി ഈടാക്കിക്കൊണ്ട് പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുന്നതല്ല, മറിച്ച് മറ്റ് ബദൽ മാർഗങ്ങൾ അദ്ദേഹം കണ്ടിരുന്നു. മാത്രവുമല്ല, സാമ്പത്തിക നയങ്ങൾ വരുമ്പോഴെല്ലാം കോർപ്പറേറ്റ് സംവിധാനങ്ങളെ പരമാവധി അവരിൽ നിന്ന് നികുതി വിഹിതം ഉണ്ടാക്കാനുള്ള ഒരു ദീർഘവീക്ഷണവും കാഴ്ചപ്പാടും മൻമോഹൻ സിംഗിന് ഉണ്ടായിരുന്നു. പലപ്പോഴും അദ്ദേഹം സാധാരണക്കാരനെ മറന്നുപോയി എന്ന് ആക്ഷേപിച്ചവർക്ക് ഇന്ന് തിരുത്തി പറയേണ്ടി വന്നു. ഈ കോവിഡ് കാലത്ത് പോലും ഇന്ന് ഇന്ത്യ വലിയ തോതിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടാതിരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ തൊഴിലുറപ്പ് പദ്ധതിയാണ് എന്ന് തിരിച്ചു. ഭക്ഷ്യസുരക്ഷാ ബില്ലോ RTIയോ അങ്ങനെ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടം കടന്നുപോയ വഴികളിൽ വരാനിരിക്കുന്ന ഇന്ത്യയുടെ പുരോഗമനത്തിൻ്റെ ഒരു വലിയ അടിത്തറ നമുക്ക് കാണാൻ കഴിയും. വിദേശകാര്യ ബന്ധങ്ങൾ മൻമോഹൻ സിംഗ് നോക്കൂ, എല്ലാ കാലത്ത് നിന്നും വ്യത്യസ്തമായി നമ്മുടെ സമീപ രാജ്യങ്ങളോട്, അയൽ രാജ്യങ്ങളോടൊക്കെ ഏറ്റവും നല്ലൊരു ബന്ധം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിൻ്റെ സർക്കാരിന് കഴിഞ്ഞു. ആ മിതഭാഷയെ കേൾക്കാൻ ലോകം കാത്തിരുന്നു എന്നതാണ്. പ്രത്യേകിച്ച് ചൈനയുമായൊക്കെയുള്ള ഇന്ത്യയുടെ ബന്ധം
പല ഘട്ടങ്ങളിലും അത് ഉരസലിൻ്റെതായിരുന്നു. 4 പതിറ്റാണ്ടുകളായി അടച്ചുകിടന്ന നാത്തുല പാസ് മൻമോഹൻ സിംഗിന് തുറക്കാൻ കഴിഞ്ഞു. ജിന്താവുവിനെ ഇന്ത്യയിലെത്തിക്കാൻ കഴിഞ്ഞു. മൻമോഹൻ സിംഗ് അതേപോലെ തന്നെ അമേരിക്കയുമായുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദ ബന്ധം, സൈനികേതര ആവശ്യത്തിനുള്ള ആണവ ഊർജ വിനിയോഗത്തെ സംബന്ധിച്ചുള്ള ധാരണകൾ ഉണ്ടാക്കാൻ, അങ്ങനെ ഒട്ടനവധി മേഖലകളിൽ അദ്ദേഹത്തിന് മുന്നേറാൻ കഴിഞ്ഞു. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, രാജ്യമെന്ന് വലിയ പുരോഗതിയിലേക്ക് നീങ്ങി. ധനക്കമ്മി നിയന്ത്രിക്കാൻ മൻമോഹൻ സിംഗിന് കഴിഞ്ഞിരുന്നു എന്നതാണ്. അതുപോലെ തന്നെ വളർച്ചാ നിരക്ക് കൂട്ടാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഒരു സാമ്പത്തിക വിദഗ്ധൻ സാമ്പത്തിക രംഗത്തേക്ക് അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയെ അദ്ദേഹം കടന്നു വരുമ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വലിയ തോതിൽ ആശങ്കാഭരിതമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. ധനക്കമ്മി 8% മുകളിലേക്ക് പോയൊരു ഘട്ടത്തിലാണ് മൻമോഹൻ സിംഗ് ഈ ചുമതലകൾ ഏറ്റെടുക്കുന്നത്. അദ്ദേഹത്തിന് ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ഒരു ഘടനാപരമായ മാറ്റം വരുത്തിക്കൊണ്ട് ധനക്കമ്മി നിയന്ത്രിക്കാൻ ഒരു ധനകാര്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അന്ന് എടുത്ത നീക്കങ്ങൾ അത് ഒരുപക്ഷെ റാവു സർക്കാരിൻ്റെ കാലത്ത് അത് വലിയ നേട്ടങ്ങളിലേക്ക്, വലിയ പ്രതിസന്ധികളെ അതിജീവിക്കാൻ രാജ്യത്തെ സഹായിച്ചു എന്നത് ശ്രദ്ധേയമാണ്. അങ്ങനെ ആ കാലഘട്ടങ്ങളിലെല്ലാം ക്രൂഡ് ഓയിലിൻ്റെ വിലയുയർന്നപ്പോഴും സാമ്പത്തിക മാന്ദ്യം ലോകത്തെ പിടിച്ചു കുലുക്കിയപ്പോഴുമൊക്കെ അദ്ദേഹം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്ന ഒരു വലിയ ദൗത്യം കൂടി ആ സർക്കാർ ഏറ്റെടുത്തു എന്നതും ശ്രദ്ധേയമാണ്. പലപ്പോഴും ഇടതുപക്ഷം അതൊക്കെ തങ്ങളുടെ കൂടി സമ്മർദ്ദത്തിൻ്റെ ഭാഗമായാണ് വരുന്നത് എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുമ്പോഴും അതിനൊക്കെ വിധേയനായി നിന്നു മൻമോഹൻ സിംഗ് എന്ന് സമ്മതിക്കാതിരിക്കാൻ അവർക്കും തരമില്ലാതാവുകയാണ്. അങ്ങനെ മൻമോഹൻ സിംഗ് സാധാരണക്കാരനെ ക്ഷേമോന്മുഖമായ ക്ഷേമം കേന്ദ്ര ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു സാമ്പത്തിക സംവിധാനത്തിൻ്റെ വക്താവായിരുന്നു. ആ സംവിധാനത്തിന് ലോകത്തിന് തന്നെ ഒരു മാതൃകയാകാനും കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്. ഇന്ന് എല്ലാ സംസ്ഥാനങ്ങളും മൻമോഹൻ സിംഗിൻ്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുക. ഏറ്റവും ഒടുവിലായി സിക്കിം പ്രധാനമന്ത്രി പ്രേം സിംഗ് തമാങ് അദ്ദേഹത്തിൻ്റെ ഇത്രയും ദീർഘദൃഷ്ടിയുള്ള ഒരു നേതാവിനെയാണ് തങ്ങൾക്ക് നഷ്ടമായത് എന്ന് പറയുന്നു. രാജ്യത്തിൻ്റെ ഈ സാമ്പത്തിക ചരിത്രത്തിൽ ഇത്രയും ശ്രദ്ധേയമായ ഒരു മാർക്ക്, ഒരു അടയാളം വയ്ക്കാൻ മൻമോഹൻ സിംഗിനെ പോലും ആർക്കും കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ 7 ദിവസത്തെ ദുഃഖാചരണത്തിനുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നു. അതോടൊപ്പം അമേരിക്കയിൽ നിന്ന് ആൻ്റണി ബ്ലിങ്കൻ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ്, മൻമോഹൻ സിംഗിനെ അദ്ദേഹത്തിനെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ ദി ഗ്രേറ്റസ്റ്റ് ചാമ്പ്യൻ ഓഫ് ബൈലാറ്ററൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്നാണ് ആൻ്റണി ബ്ലിങ്കൻ അദ്ദേഹത്തിന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ആ വാക്കുകൾ വളരെ കൃത്യമാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അന്ന് ശക്തിപ്പെടുത്തുന്നതിന് അത് ജോർജ് ബുഷിൻ്റെയോടൊപ്പമായിക്കോട്ടെ അല്ലെങ്കിൽ അതിനുശേഷം ഒബാമ വരുമ്പോഴും ഒക്കെ മൻമോഹൻ സിംഗിനെ കേൾക്കാൻ മറ്റു രാഷ്ട്രത്തലവന്മാർ ഉണ്ടായിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയും തികഞ്ഞ ദുഃഖം രേഖപ്പെടുത്തുന്നു. മാൽദീവിയുടെ മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് എക്സിൽ പങ്കുവയ്ക്കുന്നു അദ്ദേഹം മൻമോഹൻ സിംഗുമായുള്ള ചിത്രം. അതുപോലെ അഫ്ഗാൻ മുൻ പ്രസിഡന്റ് ഹമീദ് കർസായും മൻമോഹൻ സിംഗിനോടൊപ്പം കഴിഞ്ഞ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന നിമിഷങ്ങൾ ഓർക്കുകയാണ്. മൻമോഹൻ സിംഗിൻ്റെ ബഡ്ജറ്റുകൾ എത്ര കണ്ട് ഇന്ത്യയുടെ വികസനത്തിന് അന്ന് PV നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്ത് ധനമന്ത്രിയായ കാലം തൊട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റുകൾ എത്രമാത്രം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്നതിൽ നിർണായകമായി എന്ന കാര്യം എല്ലാവരും ഓർത്തെടുക്കുകയാണ്.